കെ മുരളീധരനെ കാലുവാരിയ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടിയെടുക്കാത്ത വി.ഡി. സതീശനും കെ.പി.സി.സി. പ്രസിഡന്റ് കെ. സുധാകരനുമെതിരെ അണികളിൽ പ്രതിഷേധമുയരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ബി.ജെ.പിക്ക് വോട്ട് മറിച്ച് കെ. മുരളീധരനെ 3ാം സ്ഥാനത്താക്കിയതിന് പിന്നിൽ കോൺഗ്രസ് നേതാക്കളാണെന്ന് തെളിവ് സഹിതം കണ്ടെത്തിയ കെ.പി.സി.സി. അന്വേഷണ റിപ്പോർട്ടിലാണ് ഒരു നടപടിയുമില്ലാത്തത്. ദോഷം പറയരുത്. കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർക്കോ മാപ്ര കുഞ്ഞുങ്ങൾക്കോ ഇതിലൊരു കുണ്ഠിതവുമില്ല. എന്തായാലും കോൺഗ്രസിനുള്ളിൽ പുതിയ കലഹത്തിനാണത് വഴിയൊരുക്കിയിരിക്കുന്നത്. ടി.എൻ. പ്രതാപൻ, അനിൽ അക്കര, ജോസ് വള്ളൂർ, എം.പി. വിൻസെൻ്റ് എന്നിവരാണ് മുരളിയെ തോൽപ്പിച്ചതിന് മുന്നിൽ നിന്നതെന്നും ഇവരെ പാർട്ടി ചുമതലകളിൽ നിന്ന് മാറ്റണമെന്നും സമിതി ശുപാർശ ചെയ്തു എന്നാണത്രേ റിപ്പോർട്ട്. അന്വേഷണ റിപ്പോർട്ട് നൽകി മാസങ്ങളായിട്ടും കെ.പി.സി.സി. രാഷ്ട്രീയകാര്യ സമിതി വിഷയം ചർച്ച ചെയ്തിട്ടില്ല. പ്രതിഷേധം ശക്തമായതോടെ മുരളി അണ്ണൻ്റെ കുട്ടികൾ തന്നെ റിപ്പോർട്ട് പരസ്യമാക്കുകയായിരുന്നു. കുറ്റക്കാരായ നേതാക്കളെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തണമെന്നാണ് പ്രധാന ശുപാർശ. അതിപ്പോൾ സതീശനും സുധാകരനും സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. കെ.സി. ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് അന്വേഷണം നടത്തിയത്. അവരവിടെ കച്ചവടം ഉറപ്പിച്ച ലക്ഷണമാണ്. എത്ര പേരെ ബി.ജെ.പിക്ക് വേണ്ടി കാലുവാരുമെന്ന് നോക്കിയാൽ മതി. മണലൂർ, ഗുരുവായൂർ മണ്ഡലങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ചില നീക്കുപോക്കുണ്ടെന്ന് കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട്. മണ്ഡലത്തിന് പുറത്തുള്ളവരെ ബി.ജെ.പി. വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കാൻ കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ടെന്ന സംശയം പോലും അന്വേഷണ കമ്മീഷൻ ഉണ്ടെന്നാണ് സോഷ്യൽ മീഡിയ വഴി പുറത്തു വരുന്നത്. ഇതിനിടെ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കെ. മുരളീധരനെ പോലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരിപ്പിക്കുവാൻ കെ.സി. വേണുഗോപാൽ നീക്കം തുടങ്ങി. മുരളിയെ അപമാനിക്കാനാണ് ഈ നീക്കമെന്നാണ് അദ്ദേഹത്തിനൊപ്പമുള്ളവരുടെ നിലപാട്. ഇക്കാര്യം ചർച്ച ചെയ്ത തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം നടന്ന ജില്ലാ അവലോകന യോഗം കഴിഞ്ഞ ഉടനെയാണ് തൃശ്ശൂർ റിപ്പോർട്ട് പുറത്തു വന്നത്.